കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ മൂന്നാറിലെ കണ്ണായ സ്ഥലമായ ഫോട്ടോ പോയിന്റിലാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്, കണ്ണെടുക്കാൻ തോന്നത്തില്ല. ഇതിലെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേര് ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആകെ പേടിച്ചു. ഇതെന്താ ഇവിടെ ഇങ്ങനെ ആള് നിൽക്കുന്നതെന്ന് തിരക്കിയപ്പോഴാണ് അറിയുന്നത് ഇതാണ് ഫോട്ടോ പോയിന്റ് എന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ വന്നതാണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ല, കാരണം ചെറിയ റോഡാണ്. കൂടാതെ ഒരുപാട് ആൾക്കാർ ഫോട്ടോയും വീഡിയോ എടുക്കാൻ വരുന്നതുകൊണ്ട് എല്ലാരും വണ്ടി അവിടെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്യുന്നതുകൊണ്ട് റോഡ് മൊത്തം ബ്ലോക്കാണ്. ദൂരെ പോയി വേണം വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു വരാൻ. എന്ത് തന്നെയാണല്ലോ അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. ഈ കാണുന്നവരൊക്കെ ഇവിടെ വന്ന് ഫോട്ടോയും വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വന്നവരാണ് കേട്ടോ. ഉച്ച സമയമായിട്ട് പോലും നല്ല തണുപ്പുണ്ട്. ഇവിടെ ഇന്നിട്ട് താഴോട്ടൊന്ന് നോക്കിക്കേ എന്റെ പൊന്നു, ആ തേയിലച്ചെടി ഇങ്ങനെ വെട്ടി നിർത്തിയേക്കുന്ന കണ്ടോ, വരിയും നിരയായിട്ട്. ഇത്ര ഭംഗിയായിട്ട് നമുക്ക് മൂന്നാറിലെ ഒരു ഭാഗത്ത് എന്നാലും കാണാൻ പറ്റത്തില്ലെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ മുന്നോട്ട് പോകുന്നതോറും ഒരുപാട് കുതിരകളെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കെട്ടി നിർത്തിയിരിക്കുന്നത്, പിന്നെ റോഡിൽ കൂടെ കുതിരകൾ ഇങ്ങനെ ഓരോ ആൾക്കാരെ വെച്ച് ചാടി ഓടിയൊക്കെ പോകുന്നത് കാണാം. കൂടാതെ ഫോട്ടോഗ്രാഫർമാരുടെ ബഹളമാണ് കേട്ടോ. കുറെ ഫോട്ടോഗ്രാഫർമാർ ചേട്ടന്മാര് നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കും ഫോട്ടോ എടുക്കണ. പക്ഷെ നിങ്ങൾ ഒരിക്കലും എടുക്കാതിരിക്കരുത്, അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും കേട്ടോ. നല്ല അടിപൊളി ഫോട്ടോ അവരെടുത്തു തരും. 100 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ കോസ്റ്റ്യൂം ഒക്കെ ഉണ്ട്. നമ്മൾ തേയില നുള്ളുമ്പം ഇങ്ങനെ ഒരു ഡ്രസ്സൊക്കെ ഇടത്തില്ലേ, പിന്നെ ചിലവരിങ്ങനെ കൊട്ടയൊക്കെ പിടിച്ചിട്ടൊക്കെ തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ തേയില നുള്ളത്തില്ല, നമ്മൾ പല വീഡിയോയിലും ഫോട്ടോയിലൊക്കെ കണ്ടു കാണുമല്ലോ. അതൊക്കെ അവര് നമുക്ക് ചെയ്തു തരാം. അവരുടെ കയ്യിലുണ്ട് അതിന്റെ കോസ്റ്റ്യൂം ഒക്കെ അവര് നമുക്ക് തരും ഫോട്ടോ എടുക്കണമെന്ന് പറയുമ്പോ. അപ്പൊ അതൊക്കെ ഇട്ടിട്ട് നമുക്ക് പോസ് ചെയ്തിട്ട് അടിപൊളി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇവിടുന്ന് പോകാൻ പറ്റും. റോഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. എന്ത് രസമാണെന്നറിയാം. ഒരുപാട് വഴിയോര കച്ചവടക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നല്ല ഈ ക്യാരറ്റിന്റെയും ബീട്രൂട്ടിന്റെയും ഒക്കെ കൃഷിത്തോട്ടം ഒക്കെ ഉണ്ട്. അത് കാരണം നല്ല അടിപൊളി ക്യാരറ്റും ബീട്രൂട്ടൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇവിടെ കൂടുതലും അതാണ് കാണാൻ പറ്റുന്നത്. പിന്നെ നല്ല ചോളം, നല്ല സ്വീറ്റ് ചോളം ഇവിടെ ഇരിപ്പുണ്ട്, സ്വീറ്റ് കോൺ. ഒരു രക്ഷയില്ലാത്ത കാഴ്ച. നിങ്ങൾ തന്നെ നോക്കി, മോളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ റോഡ് വളഞ്ഞു പോയിക്കുക. അതുപോലെ വണ്ടികൾ ഇങ്ങനെ വളഞ്ഞു പോകുന്നത് കണ്ട എന്ത് രസമാണെന്ന് നോക്കി. കേരളത്തിലെ ഒരു സ്ഥലത്ത് പോയാലും നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റത്തില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. ഒരു രക്ഷയില്ല. തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെ ആ വണ്ടിയൊക്കെ പോകുമ്പോൾ അതും നല്ല തണുപ്പ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത് ആസ്വദിച്ച് തന്നെ അറിയണം. മൂന്നാറ് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഫോട്ടോ പോയിന്റ് വരാതെ പോകരുത് കേട്ടോ. മുമ്പൊക്കെ മൂന്നാറ് ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സ്പോട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അടിപൊളിയാണ്. കുറെ കുതിരകളെ കാണാം. ജീവിതത്തിൽ ഒരു ആഗ്രഹമായിരുന്നു കുതിരപ്പുറത്ത് കയറണമെന്ന്. ഇന്ന് വരെ അത് ആഗ്രഹം സാധിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴെങ്കിലും ഇത് കണ്ടപ്പം വല്ലാത്തൊരു മോഹം ഇതിൻ്റെ അകത്തൊന്ന് കയറണമെന്ന്. പക്ഷെ തസ്മീർ സമ്മതിക്കുന്നില്ല കേട്ടോ. എന്തും ചെയ്യാൻ പറ്റുമാകെ നിരാശയായിട്ട് ദേഷ്യം വരുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട്. ഇവിടെ വെച്ചെങ്കിലും ആഗ്രഹം ഒന്ന് സാധിക്കാന്ന് വിചാരിച്ച് സമ്മതിക്കുന്നില്ല. എന്ത് ചെയ്യാനാണ്? തിരിച്ചു പോകുമ്പോ കേറാന്നാ പറയുന്നത്. ഒക്കെ വെറുതെയാണ്, എന്നെ പറ്റിക്കുവാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്. എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചയാണ്. ചില ഭാഗത്തൊക്കെ നമുക്ക് തേയിലത്തോട്ടത്തിന്റെ ഉള്ളിലോട്ട് കയറി പോകാൻ പറ്റും. അതിൻ്റെ അകത്ത് കയറി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. തേയിലയുടെ ഇലയൊക്കെ ഇങ്ങനെ നുള്ളാനൊക്കെ പറ്റും. കുറെ ഭാഗങ്ങൾ അവർ അടച്ചു വെച്ചേക്കുവാണ്, കയറാൻ വയ്യാത്ത രീതിയിൽ. എന്ത് രസമാണെന്ന് നോക്കിയേ. ഇത്രയും ഭംഗിയുള്ള ഒരു സ്പോട്ട് മൂന്നാറിൽ കണ്ടിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിച്ചിട്ട് തന്നെ പോകാം. എന്താ, ഒരുപാട് വഴിയോര കച്ചവടക്കാരെ കാണാം. എന്തൊക്കെ സാധനങ്ങളാണെന്ന് നോക്കിക്കേ. നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് ആസ്വദിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റിയ ഉഗ്ര സ്പോട്ടാണിത്. എത്ര കണ്ടാലും മതി വരത്തില്ല കേട്ടോ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നോണ്ടിരിക്കുവാണ്. എന്ത് രസമാണെന്ന് നോക്കിയേ. മൂന്നാറിന്റെ ഭംഗി തന്നെ ഈ തേയിലത്തോട്ടമാണ്. പിന്നെ കൂടാതെ തണുപ്പും. എന്തായാലും അടിപൊളിയാണ്. ഇതൊക്കെ എങ്ങനെ വെട്ടി നിർത്തുന്നെന്ന് ഞാൻ ഓർക്കുമോ. ഈ തേയിലത്തോട്ടമേ ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ കെട്ടി നിർത്തിയേക്കുന്ന കാണാം. ഇതെങ്ങനെ സാധിക്കുന്നത് ഇങ്ങനെ ചിന്തിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല.
ഞാൻ ഓരോ ഭാഗത്തും വന്ന് നിന്നിട്ട് താഴോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഒരു രക്ഷയില്ല. എന്താ എന്താ അടിപൊളിയാന്ന് നോക്കി. വല്ലാത്ത ഒരു അനുഭവം തന്നെ. തേയിലത്തോട്ടം എത്ര കണ്ടാലും മതി വരത്തില്ല കേട്ടാ. എനിക്ക് തേയിലത്തോട്ടം കാണുന്ന എന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണ്. എന്താ കാര്യമൊന്നും അറിയത്തില്ല. വീണ്ടും ഞാൻ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. കുതിരയിൽ കയറാൻ പറ്റാത്ത നിരാശയുണ്ട്. ഒരുപാട് പേര് ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ട കോട്ടയൊക്കെ പിടിച്ച് നിൽക്കുന്ന കണ്ട. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.